വലിയ തോതിലുള്ള ബലപ്രയോഗത്തിലാണ് ഡൽഹി പോലീസും കേന്ദ്ര സർക്കാരും ഡൽഹിയിലെ ജന്തർ മന്ദിറിലെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരപന്തൽ പൊളിച്ചു നീക്കിയത്. 3 തവണ ഈ ജന്തർ മന്ദിറിന് അകത്ത് പോലീസ് തണ്ണീർവാതകം പ്രയോഗിച്ചു. അതിനുശേഷം ബലമായി തന്നെ വലിയ തോതിൽ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും മറ്റു മുതിർന്ന ആളുകളെയൊക്കെ തന്നെയും ലാത്തി ചാർജ് നടത്തിയ ശേഷമാണ് ഇവിടെ ഒഴിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും നിരവധി ആളുകൾക്ക് ഇതിനോടകം തന്നെ വലിയ തോതിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. നിലവിൽ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് SFIയുടെ ഐസ അടക്കമുള്ള സംഘടനകളുടെ പ്രവർത്തകരാണ്. ഇവർ നിരവധി ദിവസങ്ങളായി ഇവിടെ ഇതിനോടകം തന്നെ സമരത്തിലായിരുന്നാലും ഡൽഹി പോലീസിൻ്റെ ഒരു നരനായാട്ടിൻ്റെ കൃത്യമായിട്ടുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഈ പ്രതിഷേധക്കാർക്ക് നേരെ വലിയ തോതിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നു. അവരുടെ കാലുകളിലും കൈകാലുകളിലും അവരുടെ കണ്ണിനടക്കം വലിയ തോതിൽ പരിക്ക് പറ്റിയിരിക്കുന്നു. ഇവരെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ പോലും ഒരു ആംബുലൻസ് സൗകര്യം ഡൽഹി പോലീസ് ഒരുക്കുന്നില്ല. ഇതിനോടകം തന്നെ വലിയ തോതിലുള്ള ഒരു സഹായം ഇവർ പോലീസിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കാരണം നിരവധി ആളുകളാണ് ഇത്തരത്തിൽ ഈ വലിയ ഒരു ആരോഗ്യസ്ഥിതി മോശമാവുകയും വലിയ തോതിലുള്ള അസ്വസ്ഥത അനുഭവിക്കുകയും ചെയ്യുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ആംബുലൻസ് വന്നിരിക്കുകയാണ്. നിരവധി ആളുകൾ ഈ പ്രതിഷേധത്തിന് പരിക്കേറ്റുകൊണ്ട് ഇവിടെ കിടക്കുന്നുണ്ട്. ഇവർ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും നിരവധി ആളുകൾക്ക് ഇതിനോടകം തന്നെ പരിക്ക് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും SFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള സൂരജ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ശരിക്കും എന്താണ് ശരിക്കും സംഭവിച്ചത്? പന്തലും മൊത്തം തല്ലി തകർത്ത് ഇവിടെ ഉണ്ടായിരുന്ന പ്രവർത്തകരെയൊക്കെ തലക്കിട്ട് ലാട്ടി ചാർജ് ചെയ്തിട്ട് പല ആൾക്കാരും ഇവിടെ ഒട്ടും വയ്യാതെ ഇഞ്ചേർഡ് ആയിട്ട് കിടക്കുകയാണ്. ഇതിൽ ഒരു ആക്ടിവിസ്റ്റ് SFI ഗുജറാത്തിൽ നിന്ന് വന്ന ഒരു ആക്ടിവിസ്റ്റ് ആണ് ഇവിടെ ബോധം പോയി ഫിക്സ് വന്ന് കിടന്നിരിക്കുന്നത്. അരമണിക്കൂറായിട്ട് ഇവിടെ ആംബുലൻസ് വിളിക്കുന്നു. റോഡ് മൊത്തം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ ഡിറ്റൈൻ ചെയ്യാനുള്ള വണ്ടികൾ ഇവിടെ കിടപ്പുണ്ട്. പക്ഷേ അതൊന്നും ഇവർ വിട്ടുതരില്ലെന്നാണ് പോലീസുകാർ പറഞ്ഞിരിക്കുന്നത്. ഈ ആംബുലൻസ് വിട്ടുന്ന കാര്യം പറയുമ്പോൾ അവർ പറയുന്ന മറുപടി ഉത്തരവാദിത്തങ്ങൾ ആരും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് പ്രകോപനവും ഇല്ലാതെയാണ് ഇത്തരത്തിലൊരു കണ്ടു നോക്കും. മൊത്തം സമരപന്തലുകളും പ്രവർത്തകരെ എല്ലാം ലാട്ടി ചാർജ് ചെയ്ത് ടിയർ ഗ്യാസ് ഇട്ട് അടിച്ചമർത്തി ഇങ്ങനെ മൊത്തം പ്രവർത്തകരാണ്. എല്ലാവരുടെ കാല് വഴി എത്ര നേരമായിട്ടാണ് കിടക്കുന്നതെന്ന് അറിയാം. ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ പ്രകോപനമില്ലാതെയായിരുന്നു ഈ പ്രതിഷേധക്കാർക്ക് നേരെ വലിയ തോതിലുള്ള ഒരു നരനായാട്ട് പോലീസ് നടത്തിയിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ഈ പരിക്ക് പറ്റിയിട്ടുള്ള ആളുകളെ പോലീസ് സംഘടനയുടെ നേതൃത്വത്തിൽ ആംബുലൻസിലേക്ക് കയറ്റിക്കൊണ്ട് ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. എന്തായാലും നിരവധി ആളുകൾക്ക് ഇത്തരത്തിൽ വലിയ തോതിലുള്ള പരിക്ക് പറ്റിയിട്ടുണ്ട്. അവരുടെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഡൽഹി സർക്കാരും ഡൽഹി പോലീസും ഇതുവരെയും സന്നദ്ധനായിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും വലിയ തോതിൽ പെൺകുട്ടികൾ അടക്കമുള്ള ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അവരെ ആനിരാജ അടക്കമുള്ള നേതാക്കൾ എത്തിയാണ് ഇപ്പോൾ ഈ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. വലിയ തോതിൽ കൈകാലുകൾക്കൊക്കെ തന്നെയും പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒക്കെ തന്നെയും പരിക്കേൽക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു അരാഷ്ട്രീയമായിട്ടുള്ള നിലപാട് ഡൽഹി പോലീസ് നടത്തുകയായിരുന്നു. എന്തായാലും ആനി രാജ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ചേച്ചി നരഹത്യാപരമായിട്ടുള്ളൊരു ഇത് കാണുന്നില്ല. ആ കുട്ടിക്ക് തലയിൽ അടി കൊടുത്തിട്ട് ആ പെൺകുട്ടി ബോധം കെട്ടെടുക്കാൻ എത്ര 1 മണിക്കൂറിലേറെയായി ഇവിടെ ആംബുലൻസിന് വേണ്ടി കാത്തിരിക്കുന്നത്. ആ കുട്ടിക്ക് ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ ആരും ഉത്തരവാദിത്വം പറയും? ഏതെങ്കിലും തരത്തിൽ പ്രകോപനമില്ലായിരുന്നായിരുന്നു ഇത്തരത്തിലൊരു നടപടി പോലീസിന്റെ എങ്ങനെ കാണുന്നു? പോലീസ് ഇത്തരത്തിലുള്ള ഒരു നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയാണല്ലോ പോലീസ് കമ്മീഷണർ, ഇവിടെ ഉണ്ടായിരുന്ന പോലീസ് കമ്മീഷണറെ രാത്രിക്ക് രാത്രി മാറ്റി ഈ നടപടി ചെയ്തത്. അതിൽ തന്നെ വ്യക്തമല്ലേ? ഗുജറാത്ത് കണ്ട നമുക്ക് വേറെ എന്താണ് അത്തരം ഒരു ഫാസിസ്റ്റ് ഗവൺമെന്റിൽ നിന്നും ഫാസിസ്റ്റ് പ്രധാനമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുക? എന്തായാലും വലിയ തോതിൽ ഒരു അരാഷ്ട്രീയമായിട്ടുള്ള നിലപാട് ഡൽഹി പോലീസും കേന്ദ്ര സർക്കാരും സ്വീകരിച്ചിരിക്കുന്നു. ഇവർക്ക് വൈദ്യ ചികിത്സ നൽകാനടക്കം ഡൽഹി പോലീസ് വിസമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലൊരു കടുത്ത വിയോജിപ്പും പ്രതിഷേധം കൂടി അറിയിക്കുകയാണ് SFIയുടെ. അതോടൊപ്പം തന്നെ CPIയുടെയും CPMന്റെയും ഒക്കെ തന്നെയും നേതാക്കൾ. എന്തായാലും ഇവരെ ഇപ്പോൾ ഈ പരിക്ക് പറ്റിയിട്ടുള്ള ആളുകളെ ഇതിനോടകം തന്നെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. ആംബുലൻസ് എത്തിയിരിക്കുന്നു. അടുത്തുള്ള ആശുപത്രിയിലേക്ക് തന്നെ ഇവരെ മാറ്റിക്കൊണ്ട് തുടർ ചികിത്സകൾ നൽകാനുള്ള ഒരു നടപടികൾ സംഘടനകൾ തന്നെ ഏറ്റെടുക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. എന്തായാലും ഡൽഹി പോലീസ് അടിച്ചമർത്തുകയായിരുന്നു ഈ സമരത്തെ എന്നുള്ളത് വ്യക്തമാവുകയാണ്. അവരുടെ കൈകാലുകൾക്കും തലയ്ക്കും അടക്കം പരിക്കേറ്റിട്ടുണ്ട്. വലിയ തോതിൽ സാരമായിട്ടുള്ള പരിക്ക് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ശക്തമായിട്ടുള്ള പോരാട്ടം ഇനിയും മറുവശത്ത് നടക്കുന്നുണ്ട്. അതേസമയം പരിക്കേറ്റ ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ സഹായം നൽകാൻ ഇതുവരെയും ഡൽഹി പോലീസും സംസ്ഥാന സർക്കാരും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടത്. ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ നിന്നും
ഇമ്രാൻ അൻസാരിക്കൊപ്പം റഷീദ് ബിൻ മുഹമ്മദ്, മീഡിയ 1.